ശാസ്ത്രത്തിന് പിതാക്കന്മാരില്ല, ഒരു പിതാവുമില്ല. പക്ഷേ മനുഷ്യൻ്റെ വളർന്നു വരുന്ന കുടുംബ സമൂഹ പശ്ചാത്തലത്തിൽ അവൻ്റെ പരമ്പരാഗതമായ ജീവിതത്തിൽ എല്ലാത്തിനും ഒരാളിൽ നിക്ഷേപിക്കുക, ഒരാളിൽ ആരോപിക്കുക. അതിന് കാരണം അത് നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ഒന്നാണ്. അതാണ് ശാസ്ത്ര വിജയത്തിലും നാം കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ വന്ന് പല ഇപ്പം സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്ത് പോയിട്ട് വന്നതും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഈ ശാസ്ത്ര വിജയങ്ങളിൽ ആരോ എങ്കിലും അങ്ങ് നിരൂപിക്കുകയാണ്, ഇന്ന ആൾക്കാരനാണ് ഇന്നത് സംഭവിച്ചത്. അങ്ങനെയല്ല, ശാസ്ത്രത്തിന് പിതാവില്ല. ആരെങ്കിലും ഒരാൾ പേറ്റൻ്റ് എടുത്തതുകൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങൾക്കും അയാളിൽ നമ്മൾ ആരോപിക്കുന്നത്. ഇപ്പോൾ റേഡിയോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ബൾബ് കണ്ടുപിടിച്ചത്, ഇത് ഒരാളൊന്നുമല്ല, പലരും ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതാണ്. അത് പിന്നീട് തെളിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പേറ്റൻ്റ് എടുക്കുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളായിരിക്കും. അയാൾക്ക് കൂടുതൽ പേറ്റൻ്റ് നിയമങ്ങളും അപേക്ഷ കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ആളായിരിക്കാം. അയാളുടെ പേരിൽ പേറ്റൻ്റ് കിട്ടി. ഉടനെ അയാളെ നാം ആ കണ്ടെത്തലിൻ്റെ പിതാവായി ആരോപിക്കുന്നു. അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അനുസൃതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിന് പിതാവില്ല. നിരന്തരമായ കണ്ടെത്തലുകൾ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തുന്നത്, ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ വിമാനം വന്നത്, റേഡിയോ വന്നത്, TV വന്നത്. ഇതൊന്നും 16-ാം നൂറ്റാണ്ടിൽ വരെ എന്തുകൊണ്ട്? അന്ന് മനുഷ്യനത് ആവശ്യമില്ലായിരുന്നു. അപ്പം മനുഷ്യൻ്റെ ആവശ്യമാണ് ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത് ചില ശാസ്ത്രജ്ഞരിലൂടെയും മുന്നോട്ട് വരുന്നതേ ഉള്ളൂ. അത് ഒരു ശാസ്ത്രജ്ഞനായിരിക്കത്തില്ല, പല ശാസ്ത്രജ്ഞന്മാരാണ് പല ഇടങ്ങളിലായിട്ട്. പക്ഷെ ഒരാൾ അവിടെ പേറ്റന്റ് നേടുന്നു, നിയമപരമായിട്ട് ഇന്നയാൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് അയാളുടെ പേരിലാണ് അതിൻ്റെ പിതാവ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം.